വിവേകവും നിഷ്കളങ്കതയും ഒന്നു ചേർന്ന് പോകുന്ന ഒരു അസാമാന്യ ജന്മമായിരിക്കണം നിൻ്റേതെന്ന ആ കഥാവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ മത്തായിയുടെ 10:16 മുതൽ 20 ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നീ അഭിമുഖീകരിക്കാൻ പോകുന്നത് ചെന്നായ്ക്കളെയാണ്, നീ ഒരു കുഞ്ഞാടുമാണ്. അപ്പോൾ അവിടെ നിനക്ക് നല്ല വിവേകം വേണം, നല്ല ബോധം വേണം, നല്ല പോലെ പ്രവർത്തിക്കാനായിട്ട്. നിൻ്റെ ജീവനെ നീ കാത്തു പരിപാലിക്കുകയും എന്നാൽ നിൻ്റെ ദൗത്യം നീ മുൻപോട്ട് കൊണ്ടുപോവുകയും വേണം. അതാണ് ഈ 2 കാര്യങ്ങളും സമരസപ്പെടുത്തി പോകണമെന്ന് ഈശോ പറയുന്നത്. നിനക്ക് പീഡനമാണ് കാത്തിരിക്കുന്നത് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ ഈ പീഡനത്തിലൂടെ നിൻ്റെ കൂടെ ആരുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നിലൂടെ സംസാരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നീ ഒറ്റയ്ക്കല്ല. അതുകൊണ്ടല്ലേ രക്തസാക്ഷികളെല്ലാം പുഞ്ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്, ഭയത്തോടെയല്ല. കാരണം ഉള്ളിലിരിക്കുന്നവൻ ലോകത്തേക്കാൾ വലിയവനാണ്, നിൻ്റെയും ഉള്ളിലിരിക്കുന്നവൻ. മറക്കണ്ട. ആമേൻ.